ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ രാവിലെ കൊച്ചു പെണ്ണുമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ. ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ മൂത്ത ആൾക്ക് സ്കൂളിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ ഇത് റെഡി ആയിട്ട് പുട്ടും മുട്ടയും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ടോപ്പിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണേ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ കാറിൽ കയറിയപ്പോഴാണ് ഞാൻ എൻ്റെ ബാഗ് കാണിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചു. ഈ ബാഗ് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന് ഭയങ്കര വിലക്കുറവായിരുന്നു കേട്ടോ. 100 സംതിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. നമ്മൾ ഇറങ്ങിയത് അബദ്ധമായോ എന്ന് പോലും വിചാരിച്ചു. അടൂരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാമെന്നാണ് വിചാരിച്ചത്. ഇവിടെ ഒരാൾക്ക് ട്രിപ്പ് പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സന്തോഷം കൊണ്ട് ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. ഉറങ്ങുക പോലും ഇല്ല. അവളുടെ പാട്ട് കേട്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു അടൂരൊക്കെ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അവസാനം നമ്മൾ ചോയ്സ് സൂപ്പർ മാർക്കറ്റിലാണ് പോയത്, ഹൈപ്പർ മാർക്കറ്റിൽ. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ അവിടെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. കുറേ കുട്ടി കുട്ടി ക്യൂട്ട് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. ഇതായിരുന്നു കേട്ടോ ബാഗ്. ഇത് സ്കൈ ബാഗായിരുന്നു കേട്ടോ. ഓഫറിലാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റുഡിയോയിൽ പോയി. സ്റ്റുഡിയോയിൽ പോയിട്ട് കുറച്ച് പട്ടിഷോ കാണിച്ചു. എന്നിട്ട് വേറൊരു ഡ്രസ്സാണ് കേട്ടോ വാങ്ങിയത്. സ്റ്റുഡിയോയിൽ നല്ല ചെരുപ്പിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് കണ്ടു, പക്ഷെ ഒന്നും വാങ്ങിയില്ലായിരുന്നു. സാമ്പത്തിക ഭദ്രത വളരെ വളരെ കുറവായിരുന്നു, അതുകൊണ്ട് വാങ്ങിയില്ല. ആകെ വാങ്ങിയത് ഇതും പിന്നെ മോൾക്ക് ഡ്രസ്സും മാത്രമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. സ്റ്റുഡിയോയിൽ നിന്നും വാങ്ങാത്തതിൻ്റെ വിഷമം നമ്മൾ ആ മന്തി കഴിച്ചിട്ട് അങ്ങോട്ട് തീർത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരത്തേക്കുള്ള കടിയൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് പോന്നു.